ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളടുത്ത് കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമാണ്, സാറേ ഇനി ALPക്ക് പഠിക്കാൻ പറ്റുമോ, ALPക്ക് ഇനി പഠിച്ചാൽ കിട്ടുമോ, സമയമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കുറേ ക്വറീസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു സ്റ്റഡി പ്ലാനുമായിട്ട്, അതായത് ഇനി ഇത്ര ദിവസം കൊണ്ട് ഇനി ALPയുടെ എക്സാം ഉടനെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് പറയുന്നത്. ടെൻറ്റേറ്റീവ് കലണ്ടർ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ജൂൺ ജൂലൈ മാസത്തിൽ CBT 1 ടയർ 1 നടക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വാക്കൻസി കൂട്ടിയതിൻ്റെ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കുറച്ചുകൂടി ലാഗ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനിയുള്ള സമയം കൊണ്ട് നിങ്ങൾക്ക് ALP എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റഡി പ്ലാൻ 2 എന്ന് പറയുന്ന ഒരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ALP CBT 1 പ്രിപ്പറേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, ALP എക്സാം അതിൻ്റെ ടയർ 1 പ്രിപ്പറേഷൻ എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം. 2, ALP CBT 1 പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്തായിരിക്കണം, ഇനിയുള്ള സമയം കൊണ്ട് നിങ്ങൾ എങ്ങനെ വേണം പഠിക്കാൻ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 3, ഒരു 45 ദിവസത്തെ 45 ഡേയ്സ് സ്റ്റഡി പ്ലാൻ CBT 1 വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് അത് എന്ത് ചെയ്യുക, സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക. ഇനി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ടു ഇൻക്ലൂഡ് ഇൻ പ്രിപ്പറേഷൻ. ഈ 45 ദിവസത്തെ സ്റ്റഡി പ്ലാനിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിർബന്ധമായിട്ടും കാണുക, തുടക്കം തൊട്ട് അവസാനം വരെ കാണാം. ഞാൻ ആക്ച്വലി 2 പാർട്ടായിട്ടാണ് ഈ വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒന്ന്, ഈ 45 ഡേയ്സിലെ സ്റ്റഡി പ്ലാനും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പ്രധാനമായിട്ടും ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മറ്റൊരു വീഡിയോയിൽ ALPയുടെ സിലബസിലെ ഓരോ ടോപ്പിക്സിനെയും നമ്മൾ എന്ത് ചെയ്യും, ഇഴകീറി പരിശോധിച്ച് ALP എങ്ങനെ വേണം പ്രിപ്പയർ ചെയ്യാൻ, നമ്മുടെ നോ യുവർ എക്സാം സീരീസിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള പോലെ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന വിഷയം, മാത്തമാറ്റിക്സ് വിഷയം, അതുപോലെ തന്നെ റീസണിങ് വിഷയം, സയൻസ് വിഷയം, ഇതിൻ്റെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, എവിടെ നിന്നാണ് പഠിക്കേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളുമായിക്കൊണ്ട് മറ്റൊരു വീഡിയോ കൂടെ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ALPയുടെ CBT 1 ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, ആ എക്സാമിന് എന്തുകൊണ്ടാണ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ടത് എന്നുള്ളത്. 2, അങ്ങനെ പഠിക്കാനിരിക്കുമ്പോൾ എന്തായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. 3, ഒരു 45 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ALP ടയർ 1 വേണ്ടി എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വെക്കുക. എന്തുകൊണ്ടാണ് 45 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് എന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തത്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ടു ഇൻക്ലൂഡ് ഇൻ പ്രിപ്പറേഷൻ. നിങ്ങളുടെ പ്രിപ്പറേഷനകത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളെയാണ് ഉൾപ്പെടുത്തേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷനകത്ത് പ്രധാനമായിട്ടും ഉള്ളത്. നോക്കുക, ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ ഇതിനെപ്പറ്റി നേരത്തെ ഒരു വീഡിയോ ചെയ്തതാണ്. ALPയുടെ വേക്കൻസീസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഭയങ്കരമായിട്ട് കൂട്ടിയിട്ടുണ്ട്, അല്ലെ 3 മടങ്ങോളം കൂട്ടിയിട്ടുണ്ട്. ആകെ 6000 വേക്കൻസിയോളം അല്ലെങ്കിൽ 5000 ചില വേക്കൻസി ഉണ്ടായിരുന്നത് ഈ അടുത്ത RRB എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ടീസ് ഇറക്കി ഏകദേശം 18,000 വേക്കൻസീസ് ആയിട്ട് അതിനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലുണ്ട്. അത് പുതിയ അപ്ലിക്കൻസ് സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്ന, ഇത് ഇന്നലെ വന്ന നോട്ടിഫിക്കേഷനാണ്, 4/7/2024 വന്ന നോട്ടിഫിക്കേഷനാണ്. ഈ നോട്ടിഫിക്കേഷനകത്ത് പോലും പുതിയ അപ്ലിക്കേഷൻസ് സ്വീകരിക്കുന്നതിനെ പറ്റി RRB പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികളെ, ALPക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. കാരണം എന്താണ്, നിങ്ങളുടെ വേക്കൻസി നിങ്ങൾ ലിസ്റ്റിനകത്ത് ഉൾപ്പെടാനുള്ള സാധ്യത 3 ഇരട്ടിയായിട്ട് വർദ്ധിച്ചു എന്നുള്ള കാര്യം ഇവിടെ മനസ്സിലാക്കി വെക്കാം. ആൻഡ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിനകത്ത് പറയുന്നുണ്ട്, candidates are advised to modify their option of chosen RRB and preference of zonal railways within opted RRB if required. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോണും കാര്യങ്ങളൊക്കെ മാറ്റാം. ആൻഡ് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, the link for modification will be live shortly for a period of 10 days. സൈറ്റിൽ വന്നാൽ 10 ദിവസത്തേക്ക് മാത്രമേ ഈ സോണ് മാറ്റാനുള്ള എന്ത് വരുള്ളൂ, ലിങ്ക് ഓപ്പൺ ആയിട്ട് ഇരിക്കുകയുള്ളൂ, ലൈവായിട്ട് ഇരിക്കുകയുള്ളൂ. ആ കാര്യം കൂടെ നിങ്ങളിവിടെ ഓർത്ത് വെക്കാം. ഇതുകൊണ്ടാണ് ഞാൻ 45 ഡേയ്സ് സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. ഇപ്പം ഇത് 4/7/2024 വന്നിട്ടുള്ള ഒരു നോട്ടീസാണ്. ഇനി എന്ത് ചെയ്യുന്നു, ഈ ലിങ്ക് ഓപ്പൺ ആവുന്നു. ലിങ്ക് ഓപ്പൺ ആയിട്ട് എത്ര ദിവസം ഇരിക്കുന്നു, ഒരു 10 ദിവസത്തോളം ലിങ്ക് ലൈവായിട്ട് ഇരിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അതിനെന്തെങ്കിലും മോഡിഫിക്കേഷൻസോ കറക്ഷൻസോ ഉണ്ടെങ്കിൽ അതിൻ്റെ സമയവും കഴിഞ്ഞ് പിന്നെ സിറ്റി ഇൻറ്റിമിഡേഷനും കഴിഞ്ഞതിന് ശേഷമാണ് ഹാൾ ടിക്കറ്റ് അല്ലെങ്കിൽ എവിടെയാണ് എക്സാം എന്നുള്ളത് നിങ്ങൾക്ക്
അറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇനിയുള്ള ദിവസങ്ങളെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങളായിട്ട് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളൊരു 45 ഡേ സ്റ്റഡി പ്ലാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും മനസ്സിലാക്കി വെക്കുക. ആൻഡ് ഇതാണ് സോൺ വൈസ് വാക്കൻസീസ്. ഇത് നമ്മൾ മുന്നൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് ഇതിനകത്ത് പല കുട്ടികളും ചോദിക്കുന്നുണ്ട്, സാർ ഞാൻ ഏത് സോണിൽ അപ്ലൈ ചെയ്യണം, എങ്ങനെയാണ് ഞങ്ങൾ സോൺ മാറ്റേണ്ട ആവശ്യമുണ്ടോ, ഏത് സോണിൽ അപ്ലൈ ചെയ്താലാണ് നന്നായിരിക്കുക എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാക്കൻസി കൂടുതലായിട്ടുള്ള സോണുകളിൽ അപ്ലൈ ചെയ്യാം. ഇന്ത്യയിൽ എവിടെയും ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ വാക്കൻസി കൂടുതലുള്ള സോണുകൾ നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. മാത്രമല്ല അതല്ല, നിങ്ങൾ നാട്ടിൽ വർക്ക് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രം, സെക്കന്ദരാബാദ്, അതുപോലെ തന്നെ നമ്മുടെ ചെന്നൈ ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്. ഇത്രയും സോണുകളിലാണ് കൂടുതലും നമ്മുടെ നാട്ടിലെ കുട്ടികൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ സോണുകൾ നോക്കി അപ്ലൈ ചെയ്യുക, അവിടുത്തെ വാക്കൻസി നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. അല്ലാതെ ഒരു സ്പെസിഫൈ ചെയ്ത് ഇന്ന വാക്കൻസിയിൽ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. നിങ്ങളുടെ ഓപ്ഷനാണ്, നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് വൈസ്ലി, അത്രയേ പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട്, നിങ്ങളുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സോൺ തിരഞ്ഞെടുക്കുക. ഏത് സോണിൽ എക്സാം എഴുതുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഠിച്ച് ഏറ്റവും മുന്തിയ റാങ്കിൽ വന്നാൽ തന്നെ ജോലി ഉറപ്പിക്കാൻ നമുക്ക് പറ്റുള്ളൂ. സമാധാനത്തോടുകൂടി നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. ആ കാര്യം മാത്രം മനസ്സിൽ വയ്ക്കുക. ഇനി എന്താണ് ഇത് നമ്മൾ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണോ, നോട്ടിഫിക്കേഷനൊക്കെ വന്നപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണോ ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഈ 45 ഡേ സ്റ്റഡി പ്ലാൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്, ടയർ 1 വേണ്ടിയിട്ടാണ്. ടയർ 1 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു എക്സാം ആണ്. ആൻഡ് അതിനകത്ത് എന്ത് ചെയ്യും, ഒരു കട്ട് ഓഫ് നിശ്ചയിക്കും. ഒരു കട്ട് ഓഫ് നിശ്ചയിച്ചിട്ട് എന്ത് ചെയ്യും, അടുത്ത ടയറിലേക്കുള്ള കുട്ടികളെ ക്വാളിഫൈ ചെയ്യും. സോ CBT 1 നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന 45 ദിവസം കൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന CBT 1 എന്ന് പറയുന്നത് എന്താണ്, ക്വാളിഫയിങ് നേച്ചർ മാത്രമാണ്. CBT 2 നമ്മൾ എഴുതാൻ പോകുന്നത്, അത് ക്വാളിഫൈ ചെയ്ത് കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് നമ്മൾ CBT 2 എഴുതാൻ പോകുമ്പോൾ CBT 2 എന്ന് പറയുന്ന എക്സാം, ടയർ 2 എന്ന് പറയുന്ന എക്സാം തന്നെ 2 പാർട്ടായിട്ടുണ്ട്. പാർട്ട് എ എന്ന് പറയുന്നത് നോൺ ടെക്നിക്കലാണ്, പാർട്ട് ബി എന്ന് പറയുന്നത് എന്താണ്, ടെക്നിക്കലാണ്. പാർട്ട് എ ആണ് അവിടെ റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുന്നത്. പാർട്ട് ബി എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്, ക്വാളിഫയിങ് മാത്രമാണ്. ആൻഡ് ഈ നോൺ ടെക്നിക്കലിനകത്തുള്ള സിലബസ് തന്നെയാണ് ഇവിടുത്തെ ഈ CBT 2 നോൺ ടെക്നിക്കൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ടയർ 1 നിങ്ങൾ നന്നായിട്ട് പഠിക്കണം എന്ന് പറയുന്നത്. ടയർ 1 അതേ സിലബസ്, ജനറൽ അവയർനെസ് കിഴിച്ചാൽ, ജനറൽ അവയർനെസ് എവിടെ ഇല്ല, ടയർ 2 ഇല്ല. നിങ്ങൾ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ അത് സെക്കൻഡ് പാർട്ടിന്റെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ടയർ 1 നന്നായിട്ട് പഠിച്ചാൽ ടയർ 2 ഈ പാർട്ട് എ, അതായത് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള 70% വെയിറ്റേജ് ഉള്ള ഈ ഭാഗം കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. ആൻഡ് അത് കഴിഞ്ഞ് വരുന്ന കുട്ടികൾ എന്ത് ചെയ്യും, CBAT നമ്മുടെ സൈക്കോമെട്രിക് ടെസ്റ്റ് എഴുതുന്നു, അതിന് 30% വെയിറ്റേജ് ആണുള്ളത്. അതിന് ശേഷമായിരിക്കും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പം ഇത് ഒരിക്കൽ കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇനി നേരത്തെ പറഞ്ഞ പോലെ ടയർ 1 പ്രിപ്പറേഷൻ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, ടയർ 1 പ്രിപ്പറേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതിൻ്റെ കാരണം ഞാൻ ഇവിടെ കാണിച്ചു. ഈ നോൺ ടെക്നിക്കലിനുള്ള അതേ സിലബസ് തന്നെയാണ് CBT 2 നോൺ ടെക്നിക്കലിനും ഉള്ളത്. സിലബസ് കമ്പാരിറ്റീവ്ലി കുറവാണ്, കാരണം ജനറൽ അവയർനെസിന്റെ പോർഷൻ എവിടെ ഇല്ല, ഈ പാർട്ട് എയിൽ ടയർ 2 ഇല്ല. അതിനെപ്പറ്റി മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല ടയർ 1 അതേ സിലബസ് തന്നെയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയറിനും ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാംസ് ലെവൽ 6 പോസ്റ്റ് ആയിട്ടുള്ള ജൂനിയർ എഞ്ചിനീയറിനും ലെവൽ 5 പോസ്റ്റ് ആയിട്ടുള്ള ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു സിലബസ് തന്നെയാണ് ഉള്ളത്. ജനറൽ ഇന്റലിജൻസ് പാർട്ട് ആയിക്കോട്ടെ, അതായത് റീസണിങ് പാർട്ട് ആയിക്കോട്ടെ. ഇപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3 കേസിലാണെന്നുണ്ടെങ്കിൽ ALP CBT 1 അതേ സിലബസ് തന്നെയാണ് ആർക്കുള്ളത്, ടെക്നീഷ്യൻ ഗ്രേഡ് 3 ടെക്നീഷ്യൻ ഗ്രേഡ് 1 കേസിലാണെന്നുണ്ടെങ്കിൽ റീസണിങ്ങിന്റെ ഭാഗം കോമൺ ആയിട്ടാണ് ഉള്ളത്. ജൂനിയർ എഞ്ചിനീയറിന്റെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടോപ്പിക്സ് 2018 സിലബസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂനിയർ എഞ്ചിനീയറിന്റെ സിലബസും ALP CBT 1 സിലബസും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. CBT 2 ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ CBT 1 നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ്. ഈ 45 ഡേയ്സിൽ നിങ്ങൾ നല്ലൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാം, ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാം, ജൂനിയർ എഞ്ചിനീയർ എക്സാം ആൻഡ് ALP CBT 2 ALPയുടെ 2ാമത്തെ ടയറിനും അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഈ കാര്യം ഇപ്പം തന്നെ മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. ഇത്രയും എക്സാംസിന്റെ ഒരു പ്രിലിമിനറി ആയിട്ട് വേണം നിങ്ങൾ ALP CBT 1 കാണാനായിട്ട്. പ്രത്യേകിച്ച് ജൂനിയർ എഞ്ചിനീയർ, ടെക്നീഷ്യൻ ഗ്രേഡ് 3, ടെക്നീഷ്യൻ ഗ്രേഡ് 1 പോലുള്ള എക്സാംസിന്റെ ഒരു പ്രിലിമിനറി ആയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, ഈ ALPയുടെ CBT 1 ടയർ 1 കാണാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. 2024-2025 നടക്കാൻ പോകുന്ന ഈ എക്സാംസിന്റെ ഒരു പ്രിലിമിനറി സ്റ്റേജ് ആണ് ALP CBT 1 എന്നുള്ള കാര്യം ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പിന്നെന്താണ്, സബ്ജക്ട് വൈസ് വെയിറ്റേജ് നോക്കുക.
ALP CBT 1 സബ്ജക്ട് വൈസ് വെയിറ്റേജ് നോക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഒരു സൈഡിൽ നോട്ടായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 നടത്തിയിട്ടുള്ള ALPയുടെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും 2024 നടത്തിയിട്ടുള്ള ALPയുടെ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ കൃത്യമായിട്ടുള്ള ഒരു ഡിമാർക്കേഷൻ ഇല്ല. നമുക്കിപ്പം നമ്മുടെ ജൂനിയർ എഞ്ചിനീയറിന്റെ എക്സാം ആയിക്കോട്ടെ, ഗ്രേഡ് 1 എക്സാം ആയിക്കോട്ടെ, ഗ്രേഡ് 3 എക്സാം ആയിക്കോട്ടെ, നോട്ടിഫിക്കേഷനകത്ത് ഇന്ന സബ്ജക്റ്റിൽ നിന്നും ഇത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ALPയുടെ കേസിൽ അത്തരത്തിലുള്ള ഒരു ടേബിൾ ഇല്ല. നേരെ മറിച്ച് നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കുന്ന അനാലിസിസ് എന്ന് പറയുന്നത് ബേസിക്കലി 2018 നടത്തിയിട്ടുള്ള എക്സാമിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോ ഷിഫ്റ്റിൽ നടത്തിയിട്ടുള്ള എക്സാംസിന്റെ ക്വസ്റ്റ്യൻസിന്റെ കൗണ്ട് നമ്മൾ കൗണ്ട് ചെയ്തതിന് ശേഷമാണ് ഈ രീതിയിലുള്ള ഒരു അനാലിസിസ് നമുക്ക് നടത്താൻ പറ്റുന്നത്. കാരണം നോട്ടിഫിക്കേഷനകത്ത്, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനകത്ത് വ്യക്തമായിട്ട് അത്തരത്തിലൊരു ടേബിൾ കൊടുത്തിട്ടില്ല. എന്നാൽ നമ്മൾ നോക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് പാർട്ടിൽ നിന്നും റീസണിങ് പാർട്ടിൽ നിന്നും 45 ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. CBT 1 ആകെ എത്ര ചോദ്യമാണുള്ളത്? 75 ചോദ്യമാണുള്ളത്. അതിൽ മാത്സ് ആൻഡ് റീസണിങ് പാർട്ടിൽ നിന്നും 45 ചോദ്യം എന്ന് പറഞ്ഞാൽ 60% വെയിറ്റേജും ആർക്കാണ്? മാത്സ് ആൻഡ് റീസണിങ് പാർട്ടിനാണ്. ജനറൽ സയൻസ് വിഭാഗത്തിന്, ജനറൽ സയൻസ് എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങളിൽ സയൻസ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ് എന്നീ വിഷയങ്ങളിൽ 10ാം ക്ലാസ് വരെയുള്ള പാഠഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ജനറൽ സയൻസ് ഭാഗത്തു നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. അതിൽ നിന്നും 20 ചോദ്യങ്ങൾ, 75ൽ 20 ചോദ്യങ്ങളാണ് അവിടെ നിന്ന് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഏകദേശം എത്ര ശതമാനം വെയിറ്റേജ് വരും? 27%, 26.66, 27% വെയിറ്റേജ് ആണ് എന്തിനുള്ളത്? ജനറൽ സയൻസിനുള്ളത്. ശ്രദ്ധിച്ചു നോക്കുക, ഈ 2 വിഷയങ്ങളും കൂടി ആവുമ്പോൾ 75ൽ 60 ചോദ്യവും കഴിഞ്ഞു. ആൻഡ് CBT 1 എന്ന് പറയുന്നത് എന്താണ്? ക്വാളിഫയിങ് ഇൻ നേച്ചർ ആണ്. ഈ 60 മാർക്ക് ഉറപ്പിച്ചാൽ തന്നെ നിങ്ങൾ ഏകദേശം ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം കൂടെ ഉറപ്പിക്കുക, ഒന്ന് മനസ്സിലാക്കി വെക്കാം. ജനറൽ അവയർനെസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ്? 75ൽ 10 ചോദ്യമാണുള്ളത്, 13% മാർക്കാണ് എന്തിനുള്ളത്? ജനറൽ അവയർനെസിനുള്ളത്. ആൻഡ് ALPയുടെ കേസിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ALPയുടെ ടയർ 2 എന്തില്ല? പുതിയതായിട്ട് വന്ന നോട്ടിഫിക്കേഷനിൽ ജനറൽ അവയർനെസിനെ പറ്റി പറഞ്ഞിട്ടില്ല. ALPയുടെ ടയർ 2 പുതിയതായത് 2024 വന്നിട്ടുള്ള നോട്ടിഫിക്കേഷന് ജനറൽ അവയർനെസിനെ പറ്റി പറഞ്ഞിട്ടില്ല. ജനറൽ അവയർനെസ് ALP മാത്രം എഴുതുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനറൽ അവയർനെസിനെ ആകെ പഠിക്കേണ്ടി വരുന്നത് എവിടെ മാത്രമാണ്? ടയർ 1 മാത്രമാണ്. ആൻഡ് അതിന്റെ വെയിറ്റേജ് എത്രയാണ്? 13% എന്നുള്ള കാര്യം മനസ്സിൽ ഉറപ്പിക്കുക. ഇനി 45 ഡേയ്സ് സ്റ്റഡി പ്ലാനിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു 3 ഫിംഗർ റൂൾ ഉണ്ട്. എന്താണ് 3 ഫിംഗർ റൂൾ എന്ന് പറഞ്ഞാൽ? നമ്മൾ എങ്ങനെ വേണം എക്സാമിനെ സമീപിക്കുക എന്നുള്ളത്. എക്സാമിനെ സമീപിക്കാനായിട്ട് നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് 2018 നടത്തിയിട്ടുള്ള ALPയുടെ PYQs എന്ത് ചെയ്യുക? അനലൈസ് ചെയ്യുക. 2018 നടത്തിയിട്ടുള്ള PYQസിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക? അനലൈസ് ചെയ്യുക. എവിടെ നിന്നാണ് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്? ഒരു വിഷയത്തിൽ നിന്ന് എവിടെ നിന്നാണ് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്? ഇപ്പം നമ്മൾ മാത്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്സിൽ തന്നെ ഒരുപാട് സബ് ടോപ്പിക്സ് ഉണ്ട്. സിലബസ് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്ന ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കുന്നു. ആൻഡ് ഐഡന്റിഫൈ മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ഏരിയ. ആ ഏരിയ ഫോക്കസ് ചെയ്യുക. ആ ഏരിയയിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രിൻസിപ്പിൾസ് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ മാത്സ് ആണ് എക്സാമ്പിൾ എന്നുണ്ടെങ്കിൽ പറയുന്നത് മാത്സിൽ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ചിട്ടുള്ള ഏരിയ ഐഡന്റിഫൈ ചെയ്യുക. അവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഫോർമുലാസ്, പ്രിൻസിപ്പിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. ആ ഏരിയ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസ് എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യുക. ഇത് മാത്സ് മാത്രമല്ല, റീസണിങ്ങിനും ഫോളോ ചെയ്യാവുന്നതാണ്, സയൻസ് വിഷയങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്, ഹിസ്റ്ററി, പൊളിറ്റി, എക്കണോമിക്സ്, ജോഗ്രഫി പോലെയുള്ള ജനറൽ അവയർനെസ് വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 2018 മനസ്സിലാക്കിയതിനു ശേഷം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഏത് പാഠഭാഗത്ത് അല്ലെങ്കിൽ ഏത് ടോപ്പിക്കിൽ നിന്നാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഫോക്കസ് ടോപ്പിക്സ് ആസ് പെർ വെയിറ്റേജ്. അപ്പോൾ ഓരോ വിഷയത്തിന്, മാത്സിന്, റീസണിങ്ങിന്, ജനറൽ സയൻസിന്, ജനറൽ അവയർനെസ്സിന് അതിനകത്ത് തന്നെയുള്ള സബ് ടോപ്പിക്കുകൾക്ക്, ഇപ്പോൾ ജനറൽ സയൻസ് എടുക്കുകയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ് ഉണ്ട്. ജനറൽ അവയർനെസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പൊളിറ്റി, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് തുടങ്ങിയ ഭാഗങ്ങളുണ്ട്. മാത്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ സിംപ്ലിഫിക്കേഷൻ തുടങ്ങിയ ഒരുപാട് സബ് ടോപ്പിക്സ് ഉണ്ട്. റീസണിങ്ങിനകത്തും ഒരുപാട് സബ് ടോപ്പിക്സ് ഉണ്ട്. ഈ ഓരോ സബ് ടോപ്പിക്സിൽ നിന്നും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഏറ്റവും കൂടുതൽ വട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് അതാത് സബ്ജക്റ്റിന് കൊടുക്കേണ്ട വെയിറ്റേജ് വെച്ച് പഠിക്കുക. ഫോർ എക്സാമ്പിൾ മാത്സ് ആൻഡ് റീസണിങ് ആണ് 60% മാർക്കും ഉള്ളത്. അപ്പോൾ അതിനെന്ത് ചെയ്യുക? അത്രയും തന്നെ വെയിറ്റേജ് കൊടുത്ത് അത്രയും പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. 13% വെയിറ്റേജ് മാത്രമാണ് ജനറൽ അവയർനെസ്സിനുള്ളത്. അപ്പോൾ അതിന് അത്രയും വെയിറ്റേജ് മാത്രം കൊടുത്ത് എന്ത് ചെയ്താൽ മതി? പഠിച്ചാൽ മതി. ഇനി ഫോക്കസ് ഓൺ ക്വിക്ക് റിവിഷൻ, സ്മാർട്ട് ടിപ്സ് ആൻഡ് ട്രിക്സ്. അപ്പോൾ എന്ത് ചെയ്യുക? ജനറൽ അവയർനെസ് പോലെയുള്ള വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ ചില ടിപ്സ്, ട്രിക്സ്, നിമോണിക്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ ക്വിക്കായിട്ട് റിവിഷൻ നടത്തുന്നതിന് വേണ്ടി കൊച്ചു കൊച്ചു നോട്ടുകളാക്കി വെക്കുക. അപ്പം
ക്വിക്ക് റിവിഷൻ നടത്തുക യൂസിങ് ടിപ്സ് ആൻഡ് ട്രിക്സ്. സ്മാർട്ട് ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വിക്ക് റിവിഷൻ നടത്താം. അപ്പോൾ എന്തൊക്കെ നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾ, 3 ഫിംഗർ റൂൾ എന്ന് പറഞ്ഞാൽ ഏത് എക്സാം ആയിക്കോട്ടെ, അതിപ്പോൾ RRB എന്നല്ല, PSC ആയിക്കോട്ടെ, ഏത് എക്സാം, നിങ്ങൾ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അതിന് മുൻകാല ചോദ്യങ്ങളെ ആദ്യം പഠിക്കണം. ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ചിട്ടുള്ള ഭാഗങ്ങൾ മനസ്സിലാക്കണം. അതായിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. 2, ആ എക്സാമിന് ഒരു പർട്ടിക്കുലർ വിഷയത്തിന്റെ വെയിറ്റേജ് എത്രയാണെന്ന് മനസ്സിലാക്കി ആ വിഷയത്തെ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്ത് പഠിക്കണം. 3, ആ വിഷയം പഠിക്കുന്ന സമയത്ത് അത് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സും ട്രിക്സും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്ത് വെക്കണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ചെറിയ സമയം കൊണ്ട് 45 ദിവസം എന്ന് പറയുന്ന ഒരു ചെറിയ കാലയളവ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. കംഫർട്ടബിൾ ആയിട്ട് ആ എക്സാമിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ 3 ഫിംഗർ റൂൾ എന്ന് പറയുന്നത്. ഇതായിരിക്കണം നിങ്ങളുടെ 45 ഡേയ്സിലെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ബേസിക്കലി. ഇനി 45 ഡേയ്സ് സ്റ്റഡി പ്ലാനിൽ നിങ്ങളുടെ പ്രിപ്പറേഷനകത്ത് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം റിവൈസ് കംപ്ലീറ്റ് PYQ സീരീസ് ഫോർ ALP. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ALPക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ PYQസും നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്യാം. 2, എന്ത് ചെയ്യണം, അറ്റംപ്റ്റ് ഡെയിലി ക്യൂസസ് ആൻഡ് പ്രാക്ടീസ് ടെസ്റ്റുകൾ. എത്രത്തോളം ടെസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു, എത്രത്തോളം ടെസ്റ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, അത്രത്തോളം നിങ്ങളുടെ നോളജ്, ആപ്ലിക്കേഷൻ ലെവലിലുള്ള നിങ്ങളുടെ നോളജ് എന്ത് ചെയ്യും, ഇംപ്രൂവ് ചെയ്യും. റിയൽ ടൈം മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ നോക്കുക. ഇനി 3, കൺസോളിഡേറ്റഡ് പ്രിപ്പറേഷൻ ആസ് പെർ വെയിറ്റേജ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ സബ്ജക്റ്റിന്റെ വെയിറ്റേജ് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രാധാന്യം എന്ത് ചെയ്യുക, പ്രാധാന്യം കൊടുത്തുകൊണ്ട് മാത്രം പഠിക്കുക. ജനറൽ അവയർനെസ് എന്ന് പറയുന്ന വിഷയത്തിന് 13% മാർക്കേ ഉള്ളൂ. ഈ 13% മാർക്കിന് നിങ്ങൾക്ക് പഠിക്കേണ്ടി വരുന്നത് പൊളിറ്റി, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കറണ്ട് അഫയേഴ്സ് തുടങ്ങിയ വലിയ ബൾക്കി ആയിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോൾ ALPക്ക് ഞാനത് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ 45 ദിവസത്തിൽ നിങ്ങളുടെ സിംഹഭാഗവും ഈ വിഷയങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാറ്റി വെക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എത്ര മാർക്കാണ്? 13% മാർക്കാണ്. 75ൽ 10 മാർക്ക് മാത്രമാണ്. ആ 10 മാർക്ക് കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ഇത്രയും സമയം മാറ്റി വെക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാത്തമാറ്റിക്സ് ആൻഡ് റീസണിങ് എന്ന് പറയുന്ന ഭാഗം എന്ത് ചെയ്യാണ്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ജനറൽ സയൻസ് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ എന്ത് ചെയ്യാണ്, സ്കിപ്പ് ചെയ്യാണ്. അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ വൈസ്ലി നിങ്ങളുടെ സമയത്തിനെ വിനിയോഗിക്കുക. ഇനി ഫോക്കസ് ഓൺ ഷോർട്ട് കട്ട്സ്, ടിപ്സ് ആൻഡ് ട്രിക്സ്. നിങ്ങൾക്ക് ഈ 45 ദിവസം കൊണ്ട് ഇത്രയും വലിയ ഭാഗങ്ങൾ, ഇത്രയും വലിയ സിലബസ് കവർ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് കട്ടുകളും ടിപ്സും ട്രിക്സും മനസ്സിലാക്കിയേ പറ്റൂ. നിങ്ങൾക്ക് 4 ഓപ്ഷൻ നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കും. ആ 4 ഓപ്ഷനിൽ നിന്നും നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്തേണ്ട ആവശ്യകതയേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓപ്ഷനകത്ത് ഉത്തരം കാണുമ്പോൾ അത് ഇതാണെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്സോ ട്രിക്സോ നിങ്ങൾ ഓർത്തിരുന്നാൽ തന്നെ നിങ്ങളുടെ പകുതി കാര്യങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരത്തിൽ എത്തിപ്പെടാൻ പറ്റും. ഇനി എന്ത് ചെയ്യുക, മേക്ക് ഷോർട്ട് നോട്ട്സ് ആൻഡ് ചാർട്ട്സ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൾക്കി ആയിട്ടുള്ള സബ്ജക്റ്റുകളിൽ ഷോർട്ട് നോട്ടുകളും കൊച്ചു ചാർട്ടുകളും ടിപ്സും ട്രിക്സും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവൈസ് ചെയ്യാനും പറ്റും ഫ്യൂച്ചറിൽ. പിന്നെ എന്ത് ചെയ്യുക, ഓൾവേസ് ഹാവ് എ ഡെയിലി, വീക്ക്ലി ആൻഡ് മന്ത്ലി സ്റ്റഡി പ്ലാൻ. ഒരു ദിവസം ഞാൻ തീർക്കാൻ പോകുന്ന വിഷയം, അങ്ങനെ ഓരോ ദിവസത്തെയും നിങ്ങളുടെ ഡെയിലി പ്ലാനുകൾ വെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വീക്ക് കഴിയുമ്പോൾ എത്ര പാഠഭാഗം, സിലബസിന്റെ എത്ര % എനിക്ക് കവർ ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു മന്ത് കഴിയുമ്പോൾ എത്ര എനിക്ക് കവർ ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ വ്യക്തമായിട്ടൊരു പ്ലാനോട് കൂടി അടക്കം ചിട്ടയായിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ 45 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ALPയുടെ Tier 1 എന്ത് ചെയ്യാൻ പറ്റും, ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഞാനിത് പറയുന്നതിൻ്റെ പിന്നിലെ കാരണം ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്, സാറ് ലേറ്റ് ആയിപ്പോയി, വേക്കൻസി കുറവായിരുന്നു, ഞങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല, ഇപ്പോൾ വേക്കൻസി 3 ഇരട്ടി ആയിട്ട് കാണുമ്പോൾ ഞങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ 45 ദിവസം അല്ലെങ്കിൽ ഈ 1 മാസം കൊണ്ട് പഠിച്ചാൽ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. അങ്ങനെയുള്ള എൻക്വയറീസ് വന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുവരെ കഴിഞ്ഞിട്ടുള്ള സമയത്തെ പറ്റി ഓർക്കാതിരിക്കുക. ഇനിയുള്ള സമയം കൃത്യമായിട്ട് വളരെ ചിട്ടയോടുകൂടി ഈ പറഞ്ഞ എല്ലാ പോയിന്റ്സും നിങ്ങളുടെ പ്രിപ്പറേഷനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് പഠിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും സമയം മതി നിങ്ങൾക്ക് Tier 1 ക്വാളിഫൈ ചെയ്യാൻ. അഗെയിൻ ഞാൻ പറയുന്നു, Tier 1 ഈസ് ക്വാളിഫൈയിങ് ഇൻ നേച്ചർ. നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നത് Tier 2 ആണ്. Tier 1 ക്വാളിഫൈ ചെയ്യാനായിട്ട് ഈ പറയുന്ന സ്ട്രാറ്റജി യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഈ പറയുന്ന പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയ എക്സാമ്പിൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വെച്ച് തരാണ്. നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഒരു ദിവസം ചിലവാക്കാൻ പറ്റുന്നത് 10 മണിക്കൂർ ആണ് എന്ന് വിചാരിക്കുക. 45 ദിവസത്തിൽ ഒരു ദിവസം നിങ്ങൾക്ക് ചിലവാക്കാൻ പറ്റുന്നത് 10 മണിക്കൂർ മാത്രമാണ് എന്ന് വിചാരിക്കുക.
10 മണിക്കൂറിൽ കൂടുതൽ ചിലവാക്കാൻ പറ്റുന്ന ആളുകളുണ്ടായിരിക്കും, 10 മണിക്കൂറിൽ കുറവും ചിലവാക്കാൻ പറ്റുന്ന ആളുകളുണ്ടായിരിക്കും. എന്നാൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയിൽ ഞാൻ ഏറ്റവും മിനിമം ആയിട്ടുള്ള ഒരു റിക്വയർമെൻ്റ് ആണ് പറയുന്നത്. 45 ദിവസം, ഇനിയുള്ള 45 ദിവസം ചുരുങ്ങിയത് 10 മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിക്കാനിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 60% വെയിറ്റേജ് ഉള്ള മാത്തമാറ്റിക്സ് ആൻഡ് റീസണിങ്ങിന് വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ എന്ത് പഠിക്കേണ്ടത്? നിങ്ങളെ സിംഹഭാഗ സമയവും മാറ്റി വെക്കേണ്ടത്. 6 മണിക്കൂറോളം സമയം എന്ത് ചെയ്യണം? അതിന് വേണ്ടി മാറ്റിവെക്കണം. മാത്സ് ആൻഡ് റീസണിങ്ങിൻ്റെ സിലബസ് കവർ ചെയ്യാൻ, വീഡിയോസ് കാണാൻ, ക്ലാസ് വീഡിയോസ് കാണാൻ, പ്രാക്ടീസ് ചെയ്യാൻ. പ്രാക്ടീസ് മസ്റ്റാണ്. അപ്പോൾ 6 മണിക്കൂറിൽ ഒരു 3 മണിക്കൂറാണ് നിങ്ങൾ ക്ലാസ്സുകൾ കാണുന്നതെന്നുണ്ടെങ്കിൽ മറ്റ് 3 മണിക്കൂർ അന്ന് കണ്ട ക്ലാസ്സിനെ പറ്റി എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ജനറൽ സയൻസ് ഭാഗത്തിന് വേണ്ടിയിട്ട് ഒരു 3 മണിക്കൂർ മാറ്റിവെക്കുക. അത് ALPയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നോക്കുക. ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടോ? അതായത് പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ടോ? തിയറി ആണോ കൂടുതൽ ചോദിച്ചിരിക്കുന്നത്? ഫിസിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടോ? ക്വസ്റ്റ്യൻസ് ഇൻ ദ സെൻസ് പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ടോ? കെമിസ്ട്രിയിൽ നിന്നും പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് മുൻപ് ALPയിൽ ചോദിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കി അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. ജനറൽ സയൻസ് വിഭാഗത്തിന്. ജനറൽ അവയർനെസ് വിഭാഗത്തിന് വേണ്ടിയിട്ട് 1 മണിക്കൂർ സമയം മാത്രം മാറ്റി വെക്കാൻ ശ്രമിക്കുക. ആൻഡ് ആ 1 മണിക്കൂർ നിങ്ങൾ മേൽപ്പറഞ്ഞ 2 വിഷയങ്ങൾ പഠിച്ച് ബോറടിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നോക്കിയാലും മതിയാവും. ആൻഡ് ഇതിനകത്ത് ALP ആയതുകൊണ്ട്, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷ ആയതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കുക. 2018 ചോദ്യപേപ്പർ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ സിംഹഭാഗവും ഈ 10 മാർക്കിലെ ജനറൽ അവയർനെസിന്റെ ഈ 10 മാർക്കിൽ നിന്നും ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് കറണ്ട് അഫയർ ഭാഗത്തു നിന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാവുന്നതാണ്. ഞാൻ ഇപ്പം നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഡെയിലി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ 10 മണിക്കൂർ ഒരു ദിവസം നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിൽ 6 മണിക്കൂർ മാത്സ് ആൻഡ് റീസണിങ്ങിന് വേണ്ടി മാറ്റി വയ്ക്കുക. 3 മണിക്കൂറെങ്കിലും ജനറൽ സയൻസിന് വേണ്ടി മാറ്റിവെക്കുക. ജനറൽ അവയർനെസ്സിന് വേണ്ടി ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും മാറ്റിവെക്കുക. ഇത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് ഈ സമയത്തിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ പോയിന്റുകളും ഉൾപ്പെടുത്തുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മോസ്റ്റ് എക്സ്പെക്റ്റഡ് ഏരിയാസ്, ഷോർട്ട് നോട്ട്സ്, ടിപ്സ് ആൻഡ് ട്രിക്സ്, വെയിറ്റേജ് അനുസരിച്ച് പഠിക്കുക. ഈ രീതിയിലുള്ള ഈ 3 ഫിംഗർ റൂൾസ് നിങ്ങൾ ഈ ഇത്രയും സമയത്തേക്ക് വേണ്ടി ഇഫക്റ്റീവായിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 45 ദിവസം കൊണ്ട് സിലബസ് കവർ ചെയ്യാൻ പറ്റും. കാരണം 45 ദിവസം 10 മണിക്കൂർ വെച്ച് നിങ്ങൾ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ 450 മണിക്കൂറാണ് ഇനി നിങ്ങളുടെ കയ്യിലുള്ളത്. 450 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ടയർ 1 ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. സിസ്റ്റമാറ്റിക് ആയിട്ട് ഇഫക്റ്റീവായിട്ട് ഡെയിലി പ്ലാനും വീക്ക്ലി പ്ലാനും മന്ത്ലി പ്ലാനും വെച്ച് ഞാൻ ഈ പറഞ്ഞ എല്ലാ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയോട് കൂടിയാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്നുണ്ടെങ്കിൽ 45 ദിവസം എന്ന് പറയുന്നത് ടയർ 1 ക്വാളിഫൈ ചെയ്യാൻ ധാരാളമായിരിക്കും. ആൻഡ് ഈ രീതിയിലുള്ള ആഡ് ഓൺസും ക്ലാസ്സസുമായിരിക്കും നമ്മുടെ ടീം നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈ രീതിയിലുള്ള അപ്ഡേറ്റ്സിനും ക്ലാസ്സസിനും ഷോർട്ട് കട്ട്സിനും ട്രിക്സ് ആൻഡ് ടിപ്സിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഞങ്ങളുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.